ഇറാന്റെ മധ്യമേഖലയിലും പിന്നെ പടിഞ്ഞാറൻ മേഖലകളിലും പിന്നെ തെക്കൻ മേഖലകളിലും ആക്രമണം നിലവിലുണ്ട്. ഇന്നലെ മധ്യമേഖലയിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ 6ലധികം പേർ കൊല്ലപ്പെട്ടതായിട്ട് നമുക്ക് വിവരം ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ പടിഞ്ഞാറൻ മേഖലകളിലും ആക്രമണം ശക്തമാണ്. ഈ പടിഞ്ഞാറൻ മേഖല കേന്ദ്രീകരിച്ച് ഇസ്രായേൽ ആക്രമണം അത് ഇപ്പോൾ ശക്തമാക്കിയിരുന്നു. പ്രധാനമായിട്ടും ഇന്നലെയാണ് ഈ മേഖലകളിൽ ആക്രമണം നടത്തിയിരുന്നത്. പടിഞ്ഞാറൻ മേഖലകളിൽ നടത്തിയിട്ടുള്ള ആക്രമണം അത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് കുർദിഷ് സേനയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. കുർദിഷ് അതൊരു ഇറാഖും അതുപോലെ തന്നെ ഇറാന്റെ വടക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിമത സേനയാണ്. ഇറാഖിന്റെ പല മേഖലകളും അവർ ഒരു ഓട്ടോണോമി ഭരണത്തിലൂടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സേനയാണ്. ഇവിടെ അവർക്കൊരു സ്വതന്ത്ര രാജ്യം വേണം എന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കവും അത് നടക്കുന്നുണ്ട്. ഈ ഇറാനിലേക്ക് ഇവരെ ഉപയോഗിച്ച് കുർദിഷ് സേനയെ ഉപയോഗിച്ച് ഗ്രൗണ്ട് ലെവൽ അറ്റാക്ക് നടത്തി ഇറാനിയൻ സേനയെ ഒന്ന് പ്രതിരോധിക്കാനും അവരെ ഒന്ന് ദുർബലരാക്കാനും US-ഉം ഇസ്രായേലും ശ്രമിക്കുന്നുണ്ട്. US സൈനികർ ഈ കുർദിഷ് സേനയോട് സംസാരിച്ചതായിട്ടുള്ള വിവരങ്ങൾ അത് ഇറാൻ പുറത്തുവിട്ടിരുന്നു. ഇസ്രായേലും ഇവരോട് ഏതാണ്ട് ഒരു മാസമായി സമ്പർക്കത്തിലാണ് എന്നുള്ള കാര്യങ്ങളും ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ കുർദിഷ് സേനയുടെ നീക്കത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പടിഞ്ഞാറൻ മേഖലയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് എന്നുള്ള ചില റൂമറുകളുണ്ട്. അതുപോലെ തന്നെ ഈ കുർദിഷ് സേനയെ പ്രതിരോധിക്കാൻ വേണ്ടി മേഖലയിലേക്ക് ഇറാൻ പ്രത്യാക്രമണവും നടത്തിയിട്ടുണ്ട്. ഇവരുടെ ഒരു സൈനിക ബേസിന് നേരെയും കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്.